നമസ്കാരം, ഞാൻ ബിന്ദുരാജ്. ജി സ്റ്റാർ ഫുട്ബോൾ അക്കാദമി മൂന്നിയൂർ 6ാം വാർഷികവും അവാർഡ് ദാനവും നടത്തി. AFDM കോട്ടക്കൽ സോണിൽ മികച്ച വിജയം നേടിയ ജി സ്റ്റാറിന്റെ അണ്ടർ 12, അണ്ടർ 14 താരങ്ങളെ ആദരിക്കൽ AR നഗർ വലിയപറമ്പ് സെവൻസ് ടർഫിൽ വെച്ച് നടന്നു. CMK നൌഫൽ സ്വാഗതം പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫുട്ബോൾ ലെവലിൽ, അക്കാദമിക് ലെവലിൽ നല്ല രീതിയിലുള്ള കോച്ചിങ്ങും അതിനോടനുബന്ധിച്ച് പഠനത്തോടനുബന്ധിച്ച് തന്നെ നല്ല രീതിയിലുള്ള ഫുട്ബോൾ കോച്ചിങ്ങും നല്ല ഫെസിലിറ്റി. പരിപാടി PTA പ്രസിഡന്റ് PP ഗഫൂറിന്റെ അധ്യക്ഷതയിൽ AR നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് കൊണ്ടാണത്ത് അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു. മൂന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് NM സുഹറാബി മുഖ്യ അതിഥിയായിരുന്നു. എന്നാലേ കുട്ടികളെ കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്ന അവിടെ എത്താൻ പറ്റുള്ളൂ. അതിന്റെ ഭാഗമാണ് നമ്മുടെ ഈ ഇന്നത്തെ ന്യൂട്രീഷൻ ക്ലാസ് നടത്തുന്നത്. ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് കുട്ടികളൊക്കെ മൊബൈലിലോട്ട് അഡിക്റ്റായി ഈ സ്ക്രീൻ അഡിക്റ്റിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലും നമ്മുടെ നാട്ടിൽ പാരമ്പര്യമായിട്ട് നമ്മുടെ ജില്ലക്കാർക്ക്, നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ പൂർവികർ ഈ ഫുട്ബോളിനോട് അത്രത്തോളം പ്രിയം വെച്ച് നടന്നിരുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. ആ രക്ഷിതാക്കളുടെ മക്കൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും മാറി മറ്റുള്ള സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു പരിധിവരെ അതിൽ നമ്മൾ കൂടി കാരണക്കാരാണ് എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഇത്രത്തോളം കുട്ടികൾ, നമ്മുടെ 2 പഞ്ചായത്തിൻ്റെ അതിർത്തിയിലുള്ള നമ്മുടെ ഇത്രത്തോളം കുട്ടികളെ അവരുടെ കരിയർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഈ ഫുട്ബോൾ അക്കാദമിയിൽ ചേർത്തി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് നാളെയുടെ വാഗ്ദാനങ്ങളാക്കി മാറ്റാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. എല്ലാ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ കൂടുതലായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്നുള്ളൊരു സെലക്ഷൻ ക്യാമ്പിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള നല്ല നല്ല ക്യാമ്പിലും അതിലുപോലത്തെ സെലക്ഷനിലൊന്നും പെട്ടെന്ന് ലഭിച്ചോളുന്നില്ല. എന്നിരുന്നാൽ പോലും നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാക്സിമം നമുക്ക് ചെയ്തു കൊടുത്തു എന്നുള്ളൊരു സന്തോഷം നമുക്കുണ്ടാവും. അതേപോലെ തന്നെ കുട്ടികൾക്ക് അതുമായി ബന്ധപ്പെട്ട് അവരുടെ കരിയർ കഴിയാവുന്ന രൂപത്തിലൊക്കെ ഈ മേഖലയിൽ ഒരുപാട് സാധ്യതകളുള്ള മേഖലയാണ് ഫുട്ബോൾ മേഖലയൊക്കെ എന്നൊക്കെ പറയുന്നത്. ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മുടെ മക്കൾ നല്ല രീതിയിൽ വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ ഈ ഫുട്ബോൾ സൂപ്പർ ലീഗ് വിദ്യാർത്ഥികളെ കണ്ടതിലേറെ അഭിമാനം കൊള്ളുകയാണ്. ഇത്തരം പ്രവൃത്തിയിൽ ഉൾപ്പെടണമെന്ന് തന്നെയാണ് ഓരോ രക്ഷിതാവിൻ്റെയും ഇപ്പോഴത്തെ ചിന്ത. AR നഗർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ ടീച്ചർ, മെമ്പർ ജാബിർ CK, മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ NM റഫീഖ് എന്നിവർ ആശംസകൾ നേർന്നു. ഏറ്റവും മികച്ച രീതിയിൽ തന്നെ സപ്പോർട്ട് നൽകുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെയും ഈ ഒരു കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ജി സ്റ്റാർ എടുക്കാൻ പോകുന്ന അടുത്ത നേട്ടം നമ്മുടെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ വരെ ഈ ഒരു അക്കാദമിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവിധ സപ്പോർട്ട് പാരൻസ് നൽകണമെന്നാണ് എനിക്ക് ഈ ഒരു അവസരം. അത് കഴിഞ്ഞതിന് ശേഷം കൂടെ ഈ സ്റ്റേഡിയത്തിൻ്റെ അടുത്തേക്കാണ് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കോച്ചിനെ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. മാജിനെ സംബന്ധിച്ച് പറയാൻ ഒരുപാട് ഞങ്ങൾക്കൊക്കെ പറയാനുണ്ട്. ഞങ്ങൾ ചെറുപ്പം മുതൽ ഞങ്ങളെല്ലാം ഒരുമിച്ച് കളിച്ച് വളർന്ന ആളുകളാണ്. അത് മാത്രമല്ല, ഫുട്ബോളിന് വേണ്ടി ജീവൻ തന്നെ മാറ്റി വെച്ച് തന്നെ പറയാം. ഞങ്ങളുടെ നാടിൻ്റെ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ അങ്ങനെ 1-2 പേരുണ്ട്. മാജിദിൻ്റെ പേരെങ്ങനെ എടുത്തു പറയാം. അപ്പം ഇത്തരം ആളുകൾ നമ്മുടെ നാടിന് ഉതകുന്ന രീതിയിൽ, നമുക്കറിയുന്ന ഒരുപാട് പ്രയാസം കൂടെ കടന്നു പോകുന്ന സമയമാണ് നമ്മുടെ നാടിൻ്റെയൊക്കെ നല്ല വളർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നല്ല ആരോഗ്യപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നല്ലൊരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് മാജിദ് അവൻ്റെ എല്ലാ സമയം മാറ്റി വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ക്ലബിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അതുപോലെ എനിക്ക് എടുത്തു പറയാനുള്ളത്, ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുള്ള രക്ഷിതാക്കൾ, ഈ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേക താല്പര്യം എടുത്തുള്ള രക്ഷിതാക്കൾ എല്ലാവരും എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ എന്ത് പരിപാടികൾ വിളിച്ചാലും അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിക്ക് ക്ഷണിച്ചാലൊക്കെ ആളെ കിട്ടാത്തൊരു സംവിധാനമാണ്. പറയുമ്പോൾ ഇന്ന് രാവിലെ 9 മണിക്ക് പരിപാടി ആരംഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിനു മുമ്പ് തന്നെ ഒരുപാട് രക്ഷിതാക്കളോട് എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, എന്തെങ്കിലും പരിപാടികൾക്ക് നമ്മൾ സ്ത്രീകളൊക്കെ ക്ഷണിക്കുകയാണെങ്കിൽ അവർ മാറ്റി ഒരുങ്ങി. പരിപാടിയിൽ ചീഫ് കോച്ച് മാജിദ് അഹമ്മദിനെ രക്ഷിതാക്കൾ പൊന്നാട അണിയിച്ചു. കഴിഞ്ഞ 2 മാസമായിട്ട് അദ്ദേഹം ന്യൂട്രീഷൻ നല്ല രീതിയിൽ കുട്ടികൾ ഫുട്ബോൾ വളരണം, കുട്ടികൾക്ക് നല്ല ന്യൂട്രീഷൻ വേണമെന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് അവർ ഓരോ ന്യൂട്രീഷനിസ്റ്റിൽ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ
അത് വളരെ ദുർബലമായ ഒരു ടീമായിട്ട് നമ്മളൊരു സമനില എല്ലാ നല്ല ടീമുകളെയും തോൽപ്പിക്കുകയും വളരെ മോശമായ ഒരു ടീമിനായിട്ട് ഒരു സമനില പാലിച്ചതിന്റെ പേരിലാണ് നമ്മുടെ അണ്ടർ-16 ബാച്ച് ചാമ്പ്യന്മാരാകാതെ പോകാനുള്ള ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് നമുക്കത് നഷ്ടപ്പെട്ടത്. ഈ വർഷം നമ്മുടെ കുട്ടികൾ ബേബി ലീഗിൽ എല്ലാ കളികളും ഏകദേശം നമ്മുടെ രക്ഷിതാക്കൾക്കറിയാം. നമ്മുടെ സ്കോർ ബോർഡ് അല്ലെങ്കിൽ അതിന്റെ പോയിന്റ് ടേബിൾ നിങ്ങൾക്ക് കണ്ടാൽ നമ്മൾ ചരിത്ര വിജയം തന്നെയാണ് നമ്മൾ നേടിയിട്ടുള്ളത്. ആധികാരികമായിട്ട് തന്നെയാണ് നമ്മൾ നേടിയിട്ടുള്ളത്. 41ഓളം ഗോളുകൾ ഹോം ആൻഡ് അവേ മത്സരങ്ങളിൽ 41ഓളം ഗോളുകൾ നമ്മൾ എതിർ ടീമിന് അടിക്കുകയും നമുക്ക് ഗോൾ ഡിഫറൻസ് മാത്രം 34 35 ഗോൾ ഡിഫറൻസിൽ നമ്മൾ ചാമ്പ്യന്മാരാകുകയും ചെയ്തിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ അണ്ടർ-14 ബാച്ച് ഒരു കളിയും തോൽക്കാതെയാണ് അണ്ടർ-14ഉം നമ്മൾ ചാമ്പ്യന്മാരായിട്ടുള്ളത്. ഇനി ഇതിന്റെ സൂപ്പർ ലീഗിലേക്ക് നമ്മൾ എന്താ പറയാ ഇതിന്റെ അടുത്ത റൗണ്ട് ലീഗ് റൗണ്ട് കഴിഞ്ഞ് നോക്കൌട്ട് റൗണ്ടിലേക്ക് നമ്മൾ ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. അടുത്ത 22-ാം തീയതി അണ്ടർ-14ന്റെ കളിയും അത് 21-ന് ശേഷം ബേബി ലീഗിന്റെ ഹോം ആൻഡ് അവേ മത്സരങ്ങളും തുടങ്ങാൻ പോവുകയാണ്. അതിലും നമ്മുടെ കുട്ടികൾ വിജയക്കൊടി പാലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതേപോലെ തന്നെ എനിക്ക് ഒരു അവസാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഇതിലുള്ള നമ്മുടെ കുട്ടികളെ രക്ഷിതാക്കളെ അതേപോലെ ഇതിന് വന്ന ആളുകളോട് ഞാൻ ഇനി നമ്മൾ തുടങ്ങാൻ പോകുന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മുതൽ, അതായത് അണ്ടർ-5, അണ്ടർ-7, അണ്ടർ-9 ഈ 3 ബാച്ചും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതും റിലയൻസ് യങ് ചാമ്പുമായി നമ്മൾ കൈകോർത്തുകൊണ്ട് FDM കൈകോർത്തുകൊണ്ട് നമ്മളുടെ മുന്നിൽ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി, നമ്മുടെ കുട്ടികൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ അതിനുള്ള സെലക്ഷൻ ട്രയൽസുകൾ നമ്മൾ ഈ ആഴ്ചകളിൽ തന്നെ നമ്മൾ തുടങ്ങും. നിങ്ങളുടെ കുട്ടികളെ ഇതുപോലെ ഇവരെ പോലെ ഇതിനേക്കാൾ മികച്ചതായിട്ട് അവർക്ക് ഏറ്റവും നേരത്തെ കിട്ടാം. ഇവർക്ക് 12 വയസ്സിൽ നിന്ന് കിട്ടുന്നത് അവർക്ക് കിട്ടാൻ പോകുന്നത് 5 വയസ്സിൽ നിന്നാണ്. 5 വയസ്സ് 7 വയസ്സായ കുട്ടികളെ അതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഈ 4 ബാച്ച് ഉണ്ടെങ്കിൽ മാത്രമേ റിലയൻസ് നമ്മളെ എന്താക്കുള്ളൂ, നമ്മളെ ഇതിലേക്ക് എടുക്കുകയുള്ളൂ എങ്കിൽ അപ്പോൾ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആളുകളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെയോ ഒക്കെ ഉണ്ടെങ്കിൽ അക്കാഡമിയിലേക്ക്, വളരെ ചെറിയ പ്രായം പന്ത് തട്ടാൻ പോലും അറിയാത്ത കുട്ടികളാണ്, ഞങ്ങൾക്ക് വളരെ റിസ്കിയാണ്, എന്നാലും ഞങ്ങൾ ആ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തുടർന്ന് ഡോക്ടർ ജിൻഡോ ന്യൂട്രീഷൻ ക്ലാസ് നടത്തി. എന്തിനാണ് ഒരാൾ ഐഡിയൽ വെയിറ്റ് ആവാൻ ആഗ്രഹിക്കുന്നത്? പറഞ്ഞോ, എന്തിനാണ് ഐഡിയൽ വെയിറ്റ് ആവാൻ ആഗ്രഹിക്കുന്നത്? സ്ത്രീകളാണ് എന്റെ വീട്ടിൽ കൂടുതലും പോകുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം. ചില ആളുകൾ പറയും നമുക്ക് കിടപ്പ് കുറയാം അല്ലെ, ഐഡിയൽ വെയിറ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് എന്താ ഇല്ല. ചില ആളുകൾ പറയും എന്താണ് കിടപ്പ് കുറയാൻ അല്ലെ, ഐഡിയൽ വെയിറ്റ് ആയ കിടപ്പ് കുറയും ഇല്ലേ. ചില ആളുകൾ പറയും ജോയിന്റ് പെയിൻ ഉണ്ട്, ഡോക്ടറെ പോയി കണ്ടപ്പോ പറഞ്ഞിട്ടുണ്ട് ഒരു സൈതൽവി VK പടി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മൂന്നിയൂർ.